പത്തിരുപത്തഞ്ച് ആയുള്ളല്ലോ. ബിവറേജ് തുറക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഇന്ന് നേരത്തെ എണീറ്റേ? അതേടാ, ആകെ വലിഞ്ഞു നിൽക്കുക. ഒരു പയ്യനുമായി വരാമെന്ന് മനു പറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം റൂം വേണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അഡ്വാൻസ് മേടിച്ചിട്ട് വേണം രണ്ടെണ്ണം അടിക്കാൻ. കയ്യിന് ഭയങ്കര വിറയിൽ. ഇതൊന്നും മുതലാളി അറിയണ്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എണീറ്റില്ലേ ഇതുവരെ? എഴുന്നേക്കുന്നേ ഉള്ളൂ. സമയം എത്രയെന്നാ എണീക്കങ്ങോട്ട്? ആ, കിടന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിടി. നീ അവിടെ പോയതാ രാവിലെ തന്നെ? ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. കൊള്ളാം, കാണിച്ചേ. എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചേ, നല്ല ഭംഗിയുണ്ട്. ആ, ഇത്തിരി ബാക്കിലോട്ടൊന്ന് നിന്നേ. കൊള്ളാവോ? സൂപ്പറായിട്ടുണ്ടല്ലോ. എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് എന്ത് പ്രാർത്ഥിച്ചു? ആ, ഈ നസ്രാണി ചെക്കനെ പെട്ടെന്ന് ഒന്ന് കെട്ടിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാലും പണ്ടേ നമ്മൾ ഒന്നല്ലേടി. അതെ, ഓർക്കുമ്പോഴാണ് എനിക്ക് പേടിയാ. ആ, അതിനെന്താടി ഇത്ര പേടിക്കാൻ? കൂടെ കട്ടയ്ക്ക് ഞാനില്ലേ. കുഴപ്പമില്ല. രാവിലെ പോകണം, എഴുന്നേക്കണം, ചായ കുടിക്കണം. എടി, ഞാൻ ഇപ്പൊ വിളിക്കാം. വെറുപ്പിക്കാനായിട്ട് തോമസേ, എന്തു വന്നേ? ഇന്നലത്തെ അടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാ. അവിടെ നിന്റെ അടുത്ത് മൂത്രം ഒഴിച്ചിട്ടേ കിടക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? രാവിലെ മനുഷ്യൻ ഉറക്കം ഒഴിപ്പിച്ചു. ആവശ്യമില്ലാതെ ശരീരമാണെങ്കിൽ കക്കൂസിലും പോകാൻ മുട്ടാണ്. അറിയില്ല. തരൂ തരൂ. എന്താടാ ആ ലൈറ്റർ എവിടാ? ഞാൻ ഇറങ്ങി വന്ന ലൈറ്റർ ആയിരിക്കില്ല തരണം. ഓടാ അവിടെ. രാവിലെ തന്നെ ഇത് വലിച്ചു കയറ്റണോ? വലിച്ചാലേ തൂറാനൊരു സുഖം ഉണ്ടാവും. ബാത്റൂമിൽ പോയാല്. കുറ്റിയിട്ടാ മയ്യ നിനക്ക്. അളിയാ, ഓടി ഒന്ന് കയറിയപ്പോ കുറ്റിയിടാൻ മറന്നു വേടാ. അളിയാ അളിയാ, എടാ ഒരു പഫ് ആടാ. പോകുന്നില്ലടാ ശരിക്കും. ശവം വലിക്കാനോ സമ്മതിക്കില്ല. ചേട്ടാ ചേട്ടാ, എന്തേ? നമ്മുടെ ഹോസ്റ്റലിൽ മലയാളികളുണ്ടല്ലോ അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തുട്ടോ കുഴപ്പം? ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലല്ലേ? ഷിപ്പിലോ എബ്രോഡിലോ ജോലിക്ക് കയറാൻ വരുന്ന എല്ലാവരും താമസിക്കുന്ന ഹോസ്റ്റലാ.
എബ്രോഡ് പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഉണ്ട്. ഓക്കെ ചേട്ടാ, ഒരാഴ്ചക്കുള്ളിൽ ഷിപ്പ് കയറാൻ പറ്റുമോ? ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ ഒരു മാസം, ഒരു മാസമൊക്കെ എടുക്കുമോ? അങ്ങനെ നീളാം. ഇതാള് പേരെന്താ? അഖിൽ എന്നാ പേര്. നാട്ടിലെവിടെ? നാട്ടിൽ കോട്ടയത്താ. എത്ര ദിവസത്തേക്കാ? ചേട്ടാ 3 ദിവസം മതി. എത്ര അതിൻ്റെ റേറ്റൊക്കെ? ഒരു ദിവസത്തേക്ക് 200, ഓക്കെ 3 ദിവസത്തേക്ക് 600. 600. ദിവസം കൂടുവാണെങ്കിൽ 200 ഡെയിലി. ഓക്കെ, ID കാർഡ് എന്തെങ്കിലും വേണോ? അത് ഞാൻ പിന്നെ മേടിച്ചോളാം. ഓക്കെ. റൂം എവിടെയായിട്ടാ ചേട്ടാ? റൂമോ? റൂം നേരെ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലല്ലേ? ആ ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമുണ്ട്. 4 ആൾക്കുള്ള റൂമാണ്. ആ ശരി. അത് 4 ആൾക്കുള്ളതാണ്. അതിലിപ്പോൾ 3 ആളുണ്ട്. അവിടെ ബെഡ് ആ, ഉണ്ടാവില്ല? അതിൽ ഒഴിഞ്ഞ ബെഡ് നോക്കി കയറിക്കോ. ശരി ആ, ചേട്ടാ, പൊക്കോ. ആയിക്കോട്ടെ. വാ, വണ്ടി എടുക്ക്. ആ വെറുതെ വരില്ല, 2 പേർക്ക് കയറണം. ഓ, ഓലേ തൂങ്ങി എൻ്റെ വാലേ തൂങ്ങില്ലടാ. വാ വാടേ. ഷിപ്പിലേക്കാണോ? അതെ ചേട്ടാ, ഷിപ്പിലേക്കാ. എന്നത്തേക്കാ? ചേട്ടാ 2-3 ദിവസം കൊണ്ട് ജോയിനിങ് ഉണ്ടാവുമെന്നാ പറഞ്ഞത്. ആ, കേട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞു വന്നിട്ട് മാസം 3-4ആയി. വെട്ട് കണ്ടാത്തൊന്ന് നിന്നെ ഈ കാളെ കുത്താൻ വന്നതാന്ന്. എന്നെ കാള കുത്തോ കുത്താതിരിക്കോ ആയിക്കോട്ടെ. മുതലാളി വരുമ്പോ ഉച്ചയൂണിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ചോണം. ഓ എടാ, നീ ആ പാട്ടൊന്ന് മാറ്റടാ. മനുഷ്യന് മനസ്സിലാവുന്നൊരു പാട്ട് വെക്ക്. എന്നാ ഒരു ഭക്തിഗാനായാലോ ആശാനെ? ആ ആ എടാ, സുനിൽ വന്നെന്ന് തോന്നുന്നു. നീ പോയ ഇല വാങ്ങിയിട്ട് വാ. ശരി സുധീർ ഭായ്. ഇല തീർന്നു, വാങ്ങണ്ടേ? എത്ര എണ്ണം? 25. തക്കാലം ഒരു 20 എണ്ണം വാങ്ങാം. 7 രൂപ വെച്ച് 20 എണ്ണത്തിന് 140 രൂപ. ആ കടയിൽ നിന്ന് വാങ്ങണ്ട, മൊത്തം പൊട്ടലും ചീറ്റലുക. മുതലാളി പറഞ്ഞിട്ടില്ലേ കൊടുക്കുമ്പോൾ നൈസായിട്ട് കൊടുക്കണം. പിന്നെ വേറെ എവിടെ നിന്ന് മേടിക്കാനാ? എൻ്റെ പരിചയത്തിലൊരു കടയുണ്ട്, അവിടെ ഒരലയ്ക്ക് 10 രൂപ. നല്ല ഫസ്റ്റ് ക്ലാസ് അല്ലയാ. ആ, കുറയ്ക്കണ്ട, എന്തായാലും വാങ്ങിക്കോ. ഒരെണ്ണം തരുമോ? പോയി വാങ്ങിക്കടാ. ഈ മിനിച്ചേക്കണേ.
കഷ്ടപ്പെട്ട് താടി വളർത്തിയപ്പോൾ ഉള്ള മുടിയും പോയി. ആവശ്യമില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഇഷ്ടം പോലെ മുടിയും. വാ ഇറങ്ങാം. ഒന്ന് അടങ്ങടേ. ഇത് ഒതുങ്ങുന്നില്ലല്ലോ ഈ മുടി. ശ്ശേ, ആവശ്യമില്ലാത്തവന്മാർക്കാണെങ്കിൽ വാരിക്ക് ഒരു മുടിയും കൊടുത്തേക്കണം. ഒരു നീ എന്റെ മുടി കളഞ്ഞോണം. അച്ഛാ, ഈ ബ്ലൂ ജീൻസിനെ ഇങ്ങോട്ട് നോക്കിയാ ഇതിലേതായിരിക്കും ബെറ്റർ? ബ്ലൂവിന് വൈറ്റ് ഇടും. വൈറ്റാ? ആ വൈറ്റ് കൊള്ളായിരിക്കും. ആ കൊള്ളാം, അടിപൊളി. അളിയ ഈ ഷൂവിൽ ഇത് ഏതാണെന്ന് നോക്കിയാണ് അളിയ ബെറ്റർ. ഏതെങ്കിലും ഇട് നീ. എടാ ഇത് ബെറ്റർ ആയിരിക്കും അല്ലേ? ആ ഇട്. ഇത് ബെറ്റർ അല്ലേ? സൂപ്പർ. ഈ ജീൻസിന് ആ കറക്റ്റ് ആയിരിക്കും. പൊളിയാ. നീ തന്നെ കുടിപ്പിക്കുന്നു, നീ തന്നെ വാങ്ങിക്കൊടുക്കുന്നു. ആ എടാ, ഇനി എന്റെ മണ്ടേ കയറി. ആ, പിന്നെ എന്റെ മണ്ടേ കയറി കേട്ടാ. അളിയ എന്തെങ്കിലും പരിപാടി ഉണ്ട് അളിയ ഈ മുടി സെറ്റ് ചെയ്യേ? ആ പിന്നെ വിഗ് വെച്ചാ മതി. വാ, സമയമില്ല, പൈസ നടക്ക്. സാറിന്റെ കയ്യിലുണ്ടല്ലോ. ആ വാ വാ പോ. അതെ, അടിച്ചിരിക്കാതെ ഉച്ചകൊണ്ട കാര്യം നോക്കി കേട്ടോ. എൻ്റെ പണിയല്ല ഒതുങ്ങിയടാ. ഇനി ആ കുഞ്ഞനെ എല്ലാം കൊണ്ട് വന്നാൽ മാത്രം മതി. എത്ര നല്ല ബിരിയാണി ആശാനെ നമ്മൾ ഉണ്ടാക്കുന്നേ. എന്നാലും ഊണ് കഴിച്ചാലേ ചിലർക്ക് തൃപ്തിയാവും. അതോരോ ശീലാടാ. ഇപ്പം ജോണി വാക്കർ കൊണ്ട് മുന്നിൽ വെച്ചാലും ആ OPR അടിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, അത് കിട്ടത്തില്ല. അത് ശരിയാ. ചേട്ടാ ഒരു ചിക്കൻ ബിരിയാണി. റെഡിയായി നോക്കട്ടെ. ആ ഓക്കെ. അതെ, ആ. ബിരിയാണി റെഡിയായോ? സാധനമുണ്ട്, പക്ഷേ ഫ്രിഡ്ജിൽ ഇരിക്കുക. എത്ര സമയം എടുക്കും? ആ, എത്ര ബിരിയാണിയാ? ഒന്ന് മതി. ആ പോകോ. ബ്ലൂടൂത്ത് സൗണ്ട് ഒന്ന് കുറക്കടാ. ഇയാള് സുല്ലേ, ബിരിയാണി റെഡി. എന്തേ ലേറ്റായേ? ഓ ഒന്നും പറയണ്ട, കടയിൽ നല്ല തിരക്ക്. ഇത് നോക്കിയേ, നല്ല ഫസ്റ്റ് ക്ലാസ് അല്ലേ അത്. ആ, നീ അല്ലെങ്കിൽ സൂപ്പറല്ലേ. എന്തായാലും ഞാൻ ഈ കണക്കൊന്നും ശരിയാക്കട്ടെ. മുതലാളി എപ്പോഴാണ് വരിക, കയറി വരാമെന്ന് പറയാൻ പറ്റില്ല. ശരി. എടാ എൻ്റെ ഡ്രസ്സിങ്ങിന് അരമണിക്കൂറേ പോയിട്ടുള്ളൂ. എൻ്റെ ചാറ്റിങ്ങും ചീറ്റിങ്ങിനാണ് ഉള്ള സമയം അത്രയും പോയത് കേട്ടാ. മുംബൈയിൽ ആദ്യമായിട്ടാണല്ലേ? അതെ ചേട്ടാ, മുംബൈയിൽ ആദ്യമായിട്ടാ. മുംബൈയിൽ കാണാനും അനുഭവിക്കാനും കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഒന്നും അറിയണമെന്നുണ്ട്. ചാന്ദി കയറിയിട്ടുണ്ടോ? ചേട്ടാ, ഞാൻ ഈ പെണ്ണുങ്ങളായിട്ടുള്ള പരിപാടിക്കൊന്നും പോയിട്ടില്ല. പെണ്ണല്ല, പിന്നെ ബാറ്. ബാറോ? നിക്ക്, चांदनी कैबरा डांस खटे नहीं कटते ये दिन ये रात कहनी थी तुमसे जो दिल की बात. ചേട്ടാ, ഈ കാമാട്ടിപ്പുരം ഇവിടെ അടുത്തല്ലേ? നിന്റെ പ്രായത്തിൽ ഞാൻ ആദ്യം വന്നപ്പോൾ അവിടെയാണ് പോയത്. പക്ഷെ ഈ പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നവരുണ്ടോ അവിടെ? അത് സൂക്ഷിക്കണം. ഒറ്റയ്ക്ക് പോയാൽ മൊബൈൽ മുതൽ ഷഡ്ഡി വരെ അവരടിച്ചുകൊണ്ട് പോകും. ഓ അങ്ങനെയാണോ? ആ പോവുകയാണെങ്കിൽ എന്നെ പോലെ പരിചയസമ്പന്നരെ കൂട്ടിക്കൊണ്ട് പോകണം. ഓക്കെ. അതെ, ഈ റേറ്റ് ഒക്കെ എങ്ങനെയാട്ടോ അവിടെ?
ഏതാ ഐറ്റം വരുന്നത്? അയ്യോ പണി लो ഇവളോ? किधर है तू? अरे फोन किधर है तेरा? अरे फोन अभी देखा था। कब से फोन कर रही अरे हूँ फोन साइलेंट में था। एक काम आजा। गुस्सा में है क्या? वो तेरा रोज ആരത്? एक काम മുമ്പ് കണ്ടിട്ടില്ലല്ലോ. आजा कुछ खाया है? ഇത് അവന്റെ പുതിയ അക്കനെ കൊള്ളാല്ലേ? नहीं नहीं अरे ദേ, നിന്നെ പോലൊരു അയ്യോ ഭാവമായിരുന്നു. ഇപ്പൊ കയ്യിലും കക്ഷത്തിലും ഇഷ്ടം പോലെ പെമ്പിള്ളാര്. अभी टाइम नहीं है शाम को। ചേട്ടാ ഈ കാമട്ടിപ്പുര ഇപ്പോൾ ഒറ്റയ്ക്കാണോ? അത് എന്ത് ചെയ്യാനും ഒറ്റയ്ക്ക് ചെയ്യണം. अब मैं चलती हूँ. ഈ മഹാരാജ്യത്തിൻ്റെ ലഹരി നുരയണമെങ്കിൽ കാമാട്ടിപ്പുര പോകണം. ചുവന്ന തെരുവുകളിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ സുന്ദരികളായ തരുണീമണികൾ ഇറങ്ങും. അവർ നമ്മളെ അവരുടെ മാളങ്ങളിലേക്ക് ക്ഷണിക്കും. അവിടെ വെച്ച് നീ മറ്റൊരു സ്വർഗം കാണും. എന്താ രണ്ടുപേരും കൂടെ ചെക്കന് ക്ലാസ് കൊടുക്കുന്ന പോലെ? പുതിയ പയ്യനല്ലേ, പുതിയതായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ടേ. ആ പറ്റിയ ആശാന്റെ അടുത്താ എത്തിപ്പെട്ടേക്കെന്ന്. എന്റെ പൊന്നണ്ണ, ആ ചെറുക്കനെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചു പോട്ടെ. ആ പയ്യനെ കൊണ്ട് ചെറുത് രണ്ടെണ്ണം അടിക്കാനുള്ള സെറ്റപ്പ് അപ്പോഴാ നീ. അതായിരുന്നു തോമസേ, പെണ്ണ് കലപ്പിലായിരുന്നു തോന്നല്ലോ. അതോ ഒന്നും പറയണ്ട. ഇന്ന് രാവിലെ ഷോപ്പിങ്ങിന് വന്ന് പറഞ്ഞതാ. എഴുന്നേറ്റ പരിപ്പ് ലേറ്റായി. ഉവ്വ. ആ ആ നീ ഇവിടെ ഉണ്ടോ? കളറായിട്ടുണ്ടല്ലോ. അയ്യേ, ഇത് പഴയത്. സുനിലേട്ടനെവിടെ? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കും. വാ തോമസേ, മേലേക്ക് പോയിട്ട് വരാം. ഇതെല്ലാം ഉറച്ചറിച്ച് ഈ ബിൽഡിങ്ങിനെ തീപിടിപ്പിക്കോ നീ? ഇനി ഫയർഫോഴ്സിനെ കൂടെ കൊണ്ടുവരേണ്ടി വരും. ആ നിങ്ങളെവിടെ ഉണ്ടായിട്ടാണോ? ഇതൊന്നും ഇവിടെ എല്ലാം നിങ്ങൾക്കറിയില്ലേ? വന്നേ. എന്ത് പണിയാടാ നീ കാണിച്ചത്? എന്നാലും ഒന്നും പറയാനില്ലല്ലോ. സുനിലേട്ടാ, ഇതെന്തെന്നാ ഇത്? ഇത് ലേഡീസ് ഷെഡ്ഡി അല്ലേ? ഇതെങ്ങനെ എവിടെ എത്തിയത്? എനിക്കെങ്ങനെ അറിയാ? ഇതാരുടെയാ? റേച്ചേട്ടാ, എൻ്റെ. നിന്റെയോ? ഇതെങ്ങനെ? അത് കൊച്ചിലോട്ടിട്ട് ശീലായിപ്പോയി. ഭയങ്കര സുഖമാണ് കേട്ടാ, സത്യം. അതിന്റെ മുള്ളു കൊള്ളാതിരിക്കാൻ ശ്രദ്ധിച്ചോട്ടാ. എന്തൊരു ജന്മടേ ഇത്. ഓക്കെ. ഈ പടക്കടിച്ചതും കരണ്ട് അടിച്ചതും തൂങ്ങിച്ചെത്തതും എല്ലാം എന്റെ നെഞ്ചത്തൊട്ടാണല്ലോ ദൈവം വരുന്നത്. എന്തൊരു ഗതികേടാണ്. ഹോസ്റ്റലിൽ നടത്തുന്ന ലോകത്താർക്കും എൻ്റെ ഈ ഗതികേട് ഉണ്ടാവില്ല. കാര്യങ്ങൾ നോക്കാനാണ് സുനിയേട്ടാ നിങ്ങളെ കൊണ്ടുവന്നത്. ഇതിപ്പോൾ നിങ്ങളെ നോക്കാൻ വേറെ ആളെ കൊണ്ടുവരേണ്ടി വരുമല്ലോ. ആ കണക്കൊന്നും എടുത്തേ. എന്താ സുനിലേട്ടാ ഇത്? മൊത്തം വരവ് 24,000, ചെലവ് 27,000. ഇത് മുടിപ്പിക്കുവോ? ഭായ് നിങ്ങളല്ലേ പറയണ അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും എന്നൊക്കെ. കുപ്പി വാങ്ങാനും കൂടി ഇവിടെ നിന്നല്ലേ എടുക്കണേ. ദേ സുനിലേട്ടാ, ഇതെന്താ തുണ്ടു കേട്ടോ? ഇതാരാ? ഇത് ഓഫാക്കാൻ നോക്കേ. തുണ്ടാണെങ്കിൽ സുധീർഭായിയുടേതാ. എന്റെ അല്ല, ജാക്സന്റെ. അവനാ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. പോയി ഓഫ് ചെയ്യാൻ പറ. ബ്ലൂടൂത്ത് ഓഫ് ചെയ്യടാ. എൻ്റെ കണക്കൊക്കെ കിറുകിറുത്തിയ. എന്നാലും നീ വാസിക്കൊന്ന് പറയണ്ടേ? എന്നാലും എനിക്കൊന്ന് കരുതിയിരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരുമാതിരി. എന്താ അവിടെ ഇതൊക്കെ? എൻ്റെ കണക്കൊക്കെ ശരിയാന്ന് ഞാൻ എന്നോട് പറഞ്ഞാലേ. ഇതൊക്കെ നോക്കണ്ടേ?
അതെ സുധീർ കോഴീനെ കോർത്തോണ്ട് സാധനം വന്നിട്ടുണ്ട്. സ്പെഷ്യലാ ആ ഇതെന്താണ് സ്പെഷ്യലാണോ? അതെ. അച്ചായൻ കഴിച്ചോ? ഞാൻ ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് ഇറങ്ങുവേ. കഴിച്ചിട്ട് വാ. ഹോസ്റ്റലിലെ കണക്കെവിടെ? അപ്പുറത്തെ പേജിലുണ്ട്. ഹോസ്റ്റലിലെ റെന്റ് കിട്ടാനുള്ളത് 8500, കിട്ടിയത് 4000. ആരൊക്കെ ഇനി തരാനുള്ളത്? അരുണും അമലും. പിന്നെ അരുണിന്റെ 2 മാസത്തെ പെൻഡിങ്. അരുണിന്റെ എങ്ങനെ 2 മാസം പെൻഡിങ് വന്നത്? കാരണ്ട് കയറോഫാന്നാ പറഞ്ഞത്. എന്റെ കെയർ ഓഫിൽ ആര് വന്നു കഴിഞ്ഞാലും പൈസ മേടിക്കാതെ ഒരിടപാടും നടത്തണ്ട. ഡേയ്, നിങ്ങളെ 4 മാസം പെൻഡിങ് ആണല്ലോ, എന്താ പൈസ കൊടുക്കാത്തെ? റൈ ചേട്ടാ, അടുത്ത ആഴ്ച എല്ലാം കൂടെ ഒരുമിച്ച് തരാം. വീട്ടിൽ ഇത്തിരി ടൈറ്റാണ്. ഇപ്രാവശ്യം കൂടെ ഒന്ന് സഹായിക്കാട്ടാ. സഹായിക്കുന്നതിനൊരു പരിധിയിലിടേ. റൈ ചേട്ടാ, നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ സഹായവും സ്നേഹവും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ പിടിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ ദൈവങ്ങൾക്കൊപ്പം ഒരു മനുഷ്യൻ്റെ പടമുണ്ട്. അത് ആരുടെയെന്നറിയാവോ? അത് നിങ്ങളുടെയാണ്. കപ്പലിൽ കയറി കഴിഞ്ഞാൽ കടങ്ങളൊക്കെ വീട്ടാലോ, പുഷ്പം പോലെ വീട്ടാം. പക്ഷെ രജുവേട്ടനോടുള്ള കടപ്പാടിന്റെ കടം അതെങ്ങനെ വീട്ടും? എടാ, വല്ലതും കഴിച്ചോ? ഇല്ല ചേട്ടാ, വിശക്കുന്നു. രാവിലെ തൊട്ട് പട്ടിണിയാണ്. സുധീരെ, പിള്ളേർക്ക് എന്തായാലും കഴിക്കാൻ കൊടുക്കേ. എന്റെ കെയർ ഓഫിൽ എഴുതി. സുധീരേട്ടാ, 2 ചിക്കൻ ബിരിയാണി. ഒന്നര 2 3 4 5. നിനക്ക് നോൺ വേണ്ട? വേണ്ട, ആകെ 2 പീസേ ഉള്ളൂ. നീ എൻ്റെ ഓംലെറ്റ് എടുക്ക കഴിച്ചോ. ഓക്കെ ഓക്കെ. ദേ, 7 മണിയായടേ, അടിക്കാത്തോണ്ട് ഒരുമാതിരി വരണം. വിരുവാന്ന് വരണം. നിങ്ങൾ റജിയേട്ടനെ വിളിച്ചു നോക്ക്. വിളിച്ചു പറ. ഞാൻ വിളിച്ചാൽ ശരിയാവൂല. ആ എന്ത്? നമുക്ക് തോമസിനെ കൊണ്ട് വിളിപ്പിക്കാം. അപ്പാ വന്നാണ്, ഒരു കേസുണ്ട്. ഒട്ടാടാ. ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാം. നീയേ നൈസായിട്ട് ചേട്ടനെ ഒന്ന് വിളിച്ചാണ് സാധനം എടുക്കാൻ. ആ, നിന്റെ ചേട്ടനല്ലേ, നീ എന്നെ വിളിച്ചാ പോരെ. ഞാൻ വിളിക്കൂല. മറ്റേ ട്രിവാൻഡ്രത്തെ കേസ് അറിയാലോ നിനക്ക്. അതിന് ശേഷം ഞാൻ മദ്യത്തിന്റെ കാര്യത്തിന് ഞാൻ വിളിക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിക്കാതെ ആരെങ്കിലും ഒന്ന് പോയി മേടിച്ചിട്ട് വാടേ. അതല്ല, നിങ്ങളല്ലേ റജിയേണ്ട മുത്ത്. നിങ്ങൾ വിളിച്ചാൽ മതി, സെറ്റാവും. ഇപ്പൊ അടയും ചക്കര ഇവനാണ് ഞാൻ വിളിച്ചത്. അതെ, ഞാൻ. ആരെങ്കിലും ഒന്ന് വിളിയടേ. നെഞ്ചത്തോട്ട് കയറി വിളിയടേ. എന്താടാ വിളി? ജാക്സ വിളിയടേ. ഒരു ഫോൺ കോളിലേ വിളിക്കേണ്ടത്. ആരെങ്കിലും വിളി. ആ ടീക്കറ്റ്. ആ എന്താ? ആ ബായ്, എവിടെയാ? ഞാൻ ഓഫീസിലുണ്ട്. ആ ദേ, ഇവിടുന്ന് ചോദിക്കുന്നു വരുന്നുണ്ടോന്ന്, സാധനം ഉണ്ടോന്ന്. അവൻ അടുത്തുണ്ടായിരിക്കും അല്ലേ? ആ, അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ പറയാനുണ്ടോ? നിന്റെ കൂട്ടുകാരനാവുന്നതിന് മുന്നേ അവൻ എൻ്റെ അനിയനായിരുന്നല്ലേ. ആ ഓക്കെ. നീ കാര്യങ്ങളൊക്കെ സെറ്റായിക്കോ, ഞാൻ എത്തിക്കോളാം. ഏതാ എടുക്കണ്ടേ? സാധനം ഏതാ എടുക്കണ്ടേ? ഇന്നലെ അടിച്ചിട്ടില്ലേ, അതന്നെ സെയിം സാധനം എടുക്കാം. ഓക്കെ, ശരി ശരി. ചേട്ടാ, എനിക്ക് ബിയർ മതി. ആ ഇതാ, ഒരു ബിയറോട് മേടിക്കണമെന്ന് ജാക്സൺ. കുറച്ച് ചിക്കൻ എടുത്തോ. പ്രോൺസ് സുധീരേട്ടനോട് പറഞ്ഞോ. പഴയ പോലെ അല്ല, ഇപ്പൊ അടിക്കുമ്പോ തലയ്ക്ക് പൂസാവും. തലക്കല്ലേ, കക്ഷത്തിനും തോന്നും. പോഷകാരക്കുറവാ. ഓക്കെ ഓക്കെ, ഞാൻ വൈകിട്ട് വരാം. ആ ഓക്കെ, ശരി. സെറ്റായ ഡീൽ. വിളി. നീ കഴിക്കുന്നില്ലേ? വേണ്ട ഏട്ടാ. എന്തേ? വേണ്ട വേണ്ട വേണ്ട. ചെറുതെണ്ണം അടിക്കുന്നോ? ഏയ്, അവൻ നാളെ ഇന്റർവ്യൂ ഉള്ള. ചേട്ടാ, അതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. എനിക്കറിയാം, കുഴപ്പമില്ല, ഒഴുകി. ഓ, എന്നാ എന്നോട് ചോദിക്കട്ടെ. ടെൽ മീ അബൌട്ട് യുവർസെൽഫ്. മൈ നെയിം ഈസ്. ഇങ്ങനെ ബബാബ അടിച്ചാലേ അവിടെ ചെല്ലുമ്പോൾ നിന്റെ കളസ് ഉരുക്കൊണ്ടു പോകും. ഈടെ അതൊക്കെ എനിക്ക് അറിയാടേ. ഇംഗ്ലീഷാണ് ചെറിയൊരു പ്രശ്നം. അതല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാം.
ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ ഒരു മാർഗമുണ്ട്. എന്തോന്നു? ഫോൺ വീഡിയോസ് കണ്ടാൽ മതി. പോടാ. ഇന്നുച്ചക്ക് ജാക്സൺ കക്കൂസ് കയറി ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മളൊക്കെ കേട്ടതല്ലേ? അങ്ങനെയൊന്നുമല്ലടാ. ഈ കുത്തിനകത്തൊരു മൂഡ് ക്രിയേഷന് വേണ്ടി ആണും പെണ്ണും തമ്മിൽ നടത്തുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. കേട്ടിരിക്കാനുള്ളതുണ്ടാവും, ബോറടിക്കുകയില്ല, മനസ്സിലാവുകയും ചെയ്യും. വിത്ത് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ്. നോട്ടി അമേരിക്ക. അച്ഛൻ എന്താ ചെയ്യുന്നത്? ഷിപ്പിലാണോ വർക്ക് ചെയ്യുന്നത്? അതേടാ, ഞാൻ ഷിപ്പിലായിരുന്നു. ഞാൻ 3 കൊല്ലം കപ്പലിൽ പോയി. പിന്നെ ഇപ്പോൾ പോകണ്ടെന്നുള്ളൊരു മൈൻഡായി. അതെന്താ ഷിപ്പിൽ പോകാഞ്ഞേ? എടാ, വീട്ടിൽ അപ്പനും അമ്മയും പിന്നെ ഒരു വലിയമ്മയേ ഉള്ളൂ. പിന്നെ പെങ്ങന്മാർ രണ്ടുപേരും ദുബായിലാണ്. പിന്നെ എനിക്ക് ആണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നാട്ടിലോട്ട് പോകാനും ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. ശരി. ആ ഒരു രീതിയിൽ നിൽക്കുന്നു. ആണല്ലേ? അതെ. പിന്നെ അച്ചായൻ കപ്പലിൽ പോയാല് അച്ചായന്റെ കിളികളുടെ പരിപാടി നടക്കുകയല്ല. പിന്നെ ചിക്സും. അത് വേറെ ഒരു സത്യ. രാവിലെ എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ വിഷമം. എന്റെ വിഷമം എന്തുവാടാ? ഒരു 30 ഇതായിരുന്നു നിന്റെ വിഷമം? ഒരു ചായ ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുവരുമ്പോ പറയും 10 ചായ വേണം. ഏതോ ഒരു കിളിയെ കിട്ടിയിട്ടുണ്ടല്ലോ. കുറെ നേരമായിട്ട് ഭയങ്കര ചാറ്റിംഗ് ആണല്ലോ. ഇത് കിളിയൊന്നുമല്ലടേ, ഇത് എന്റെ ഡിഗ്രി ഗ്രൂപ്പാ. ചങ്ങാഴ്ച എന്ന് പറയും. പിന്നെ LP ഗ്രൂപ്പും. നമ്മക്കെല്ലാം ആരുടെ കിളികൾ കണ്ടാച്ചാ മതി, അല്ലാതെ നമുക്കാരും മെസ്സേജ് അയക്കാനാ. അനിയ നല്ല പൂസായി. ഇവനെപ്പോഴാ പൂസായത്? അവൻ ഇടക്കിടക്ക് എന്റെ കയ്യിൽ ഒരു 30 എടുത്ത് അടിക്കുന്നുണ്ട്. ഇവനല്ല കള്ള് വേണ്ടെന്ന് പറഞ്ഞത്. തോമസേ, ആ പാട്ടൊന്ന് പാടാം. ഏത് പാട്ട്? നീ അറിഞ്ഞു മേലെ മാനത്ത്. ആളിയാ കീഴിലാൻ പാടി. എന്റെ സൂപ്പർ പൊന്നു മോനെ കീഴിലാൻ പാട്ട്. വെക്കണം. നല്ല പാട്ട്, നല്ല പാട്ട്. ആ മൂടിന് പറ്റിയ പാട്ട്. അറിഞ്ഞു മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞു മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ചേട്ടാ, മേലത്തെ റൂമിൽ അടി. വേവാ. എന്ത് പറ്റിയ ചേട്ടാ? ഈ ജീവിതത്തിന് നിങ്ങൾ ഇറങ്ങേണ്ട കാര്യമില്ല. ഞാനും വരാം. എന്ത്? അല്ല, ഞാൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എവിടെയെങ്കിലും പോട്ട്. മതിച്ച് കൊതിച്ച് നിന്നിടാതെ കുതിച്ച് നമുക്കവിടെ പോകണം. മതിച്ചും കൊതിച്ച് നിന്നിടാ. ഇപ്പൊ നൈസായിട്ട് ഇവിടുന്ന് മുങ്ങിയ അവിടെ ചെന്ന് പൊങ്ങാം. എവിടെ? ചേട്ടൻ പറഞ്ഞില്ലേ ആ കാണേണ്ട സ്ഥലം? കാമാട്ടിപ്പുരയിലോ? മേലെ മാനത്ത് 1000 ഷാപ്പുകൾ ചേട്ടാ, മേലുള്ളവരെ സാരം അടിക്കോ? അവനെല്ലാം സോൾവ് ചെയ്യാൻ പോയി. ഇതിപ്പോ ഈ കേൾക്കൂലല്ലേ പറഞ്ഞ. ബിയർ എടുത്തിട്ട് ഇതുണ്ടാവത്തില്ല ആ സാധനം. എന്താടാ പറ്റിയേ? വെറുതെ ഇരുന്ന് ഞങ്ങളെ സരി പിടിച്ചിട്ട് അടിച്ചു. എന്നിട്ട് അവനെവിടാ? അവൻ്റെ റൂമില്. അധികമൊന്നും ആവില്ല കേട്ടോ. ഒരു 300 മുതൽ 600 വരെയൊക്കെ റേഞ്ച് ഉണ്ട്. അത് വേണമെന്ന് വെച്ചാൽ 2000, 3000, 4000 ഒക്കെ കൊടുക്കണം. ചേട്ടൻ തന്നെ ചെയ്ത് തരാം. അതിന് കുഴപ്പമൊന്നുമില്ല. പൈസയൊക്കെ നീ കൊണ്ടുവന്നിട്ടില്ലേ? അതൊക്കെ ഞാൻ കൊണ്ടുവന്നു. ഒന്ന് സൂക്ഷിച്ചോട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. മൊബൈലൊക്കെ എൻ്റെ അടുത്ത് തന്നിട്ട് നീ പോയാൽ മതി. ആ ആ. ഇതാണ് കാമാട്ടിപ്പുര. കണ്ണിന് കുളിർമയും മനസ്സിന് തണുപ്പും
ശരീരത്തിന് ചൂടും കിട്ടുന്ന ഇടം, നീ കാണാൻ കൊതിച്ച സ്വർഗം. അഖിൽ കാണാത്ത മറ്റൊരു സ്വർഗ്ഗലോകം കാമാത്തിപുരയിൽ കാത്തിരിക്കുന്നുവോ? മുറി തുറന്ന മുതലാളിയും തോമസും എന്താണ് കണ്ടത്? കാത്തിരിക്കുക.